ഹായ് ഹലോ നമസ്തേ. ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല. ആസ് യൂഷ്വൽ ഒരു കുക്കിംഗ് വ്ളോഗാണ്. എനിക്ക് ഈ കുക്കിങ്ങിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. എന്നാലും ചെയ്യുന്ന കാര്യങ്ങൾ അത്യാവശ്യം വൃത്തിയോടും വെടിപ്പോടും ടേസ്റ്റോടും കൂടി ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അത്രമാത്രം. ഇന്ന് ചെയ്യുന്നതൊരു വളരെ ഹെൽത്തി വേർഷൻ ആയിട്ടുള്ളൊരു സലാഡാണ്. അപ്പോൾ തോന്നി നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കാം. ഈ റെസിപ്പിക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കരുതി ഞാൻ പറയാം കേട്ടോ. ഇതിന് വേണ്ടത് നമ്മുടെ സൗതെക്കായ് ഇത് കന്നഡ വേർഡാണ്. അതായത് മലയാളത്തിൽ കക്കിരിക്ക എന്താണാവോ, എന്തെങ്കിലും ആവട്ടെ. അതായത് നമ്മുടെ ഈ ക്യുക്കംബർ ഉണ്ടല്ലോ, അത് കൂടാതെ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പ്. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. കൂടാതെ ക്യാരറ്റ്, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, കൂടാതെ കറിവേപ്പില, മല്ലിയില, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കരുതിയാൽ 2 രീതിയിൽ ചെയ്യാം. അതായത് താളിച്ചിട്ട് ഈ ഒരു മിക്സിലേക്ക് നമുക്കിതിനെ ചേർക്കാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക്, അതുപോലെ തന്നെ വേണമെങ്കിൽ വറ്റൽമുളക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ പച്ചമുളകാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അരിഞ്ഞു വെച്ച പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ താളിച്ചെടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യൂക്കംബർ ഉണ്ടല്ലോ, അതായത് കക്കിരിക്ക, അത് പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർക്കുക. കൂടാതെ ഒരു കാര്യം കൂടെ മറന്നുപോയി കേട്ടോ, ചിരകിയെടുത്ത തേങ്ങ വേണം, അതും കൂടെ ചേർത്താലാണ് ഇത് ടേസ്റ്റ് ആവുക. എന്നിട്ട് അവസാനമായിട്ട് അത്യാവശ്യം മല്ലിയിലയും കൂടെ തൂവി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂടാതെ ഇതിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇറ്റ്സ് വെരി ഹെൽത്തി വേർഷൻ. പിന്നെ ഇന്ന് വൈകിട്ട് ഞാനൊരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ സ്റ്റോറി എത്ര ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് എനിക്കറിയുന്നില്ല. ഞാൻ ആ ഫിലിം മുഴുവൻ ഇരുന്ന് കണ്ടു, വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ ഇരുന്ന് കണ്ടു. പക്ഷേ അവസാനം ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതിൻ്റെ കഥ എന്താണെന്ന്. ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും മനസ്സിലാവാത്തത്. എനിവേ, നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.